ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജൂലി. ഞാൻ ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. ഓക്കെ, നമുക്കറിയാം ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. ഓക്കെ, സോ എന്താണ് ഈ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്? നമ്മളെല്ലാരും വിചാരിക്കുന്നത് പോലെ തന്നെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നഴ്സിംഗിന്റെ സ്കോപ്പ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആയതുകൊണ്ടല്ലേ ഇപ്പൊ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓരോ സ്റ്റുഡൻസ് ബോയ്സ് ഒന്നും ഇല്ല, ഗേൾസ് ഒന്നും ഇല്ല. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഏതൊരു നേഴ്സ് ആണെങ്കിലും ഏതൊരു ആൾക്കാർ ഒരു മിനിമം ഒരു നമ്മൾ പറയില്ലേ, ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും നേഴ്സിന്റെ സ്കോപ്പ് എന്താന്ന് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, സോ ഞാനിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നോട്ടും പേനൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തേക്ക. ഇനി അടുത്തില്ലെങ്കിൽ ഒരു ചിട്ടോ പേനയോ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? നോട്ട് എഴുതി പോണം. ഓക്കെ, സോ നമുക്ക് എഴുതി പോവാം, തുടങ്ങാം. ഓക്കെ, ഈ ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, കാരണം നമ്മളെല്ലാവരും ഒരു നേഴ്സാണ്. ഓക്കെ, നമ്മുടെ നേഴ്സായ നമുക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? നമ്മൾ നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ നേഴ്സസ് ഡേ എപ്പോഴും നമുക്ക് അല്ല, എല്ലാ വർഷവും നമ്മൾ നേഴ്സസ് ഡേ ആചരിക്കാറുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗേൾ നമുക്കറിയാം. ആ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 1820 മെയ് 12. ഓക്കെ, സോ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ. ഓക്കെ, സോ ആരാണ് മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ? നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഓക്കെ, ആ ഒരു ദിവസം, അതായത് നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ആ ഒരു ദിവസമാണ് മെയ് 12. ഓക്കെ, ജസ്റ്റ് ഞാൻ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ സ്കോപ്പ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? നഴ്സിംഗ് സ്കോപ്പ്. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ 3 പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് നഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ വിത്തിൻ ദ ഹെൽത്ത് കെയർ സെക്ടർ ഫോക്കസ്ഡ് ഓൺ ദി കെയർ ഓഫ് ഇൻഡിവിജ്വൽസ്, families and communities so they may attain, maintain or recover optimal health quality of life. അല്ലെ? അതായത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഫഷനാണ്, ഒരു ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഉള്ളിലുള്ള ഒരു പ്രൊഫഷനാണ്. അത് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അതെന്താണ് അതിന്റെ മെയിൻ എന്താണ്? ഇൻഡിവിജ്വൽസിന്, ഓരോ വ്യക്തികൾക്ക് കെയർ കൊടുക്കുക, ഫാമിലീസിന് കെയർ കൊടുക്കുക, കമ്മ്യൂണിറ്റീസിന് കെയർ കൊടുക്കുക. ഇനി അങ്ങനെ കെയർ കൊടുക്കുന്നത് വഴി എന്താണ് കിട്ടുന്നത്? അവർക്ക് ഒരു ഒപ്റ്റിമൽ ഹെൽത്ത് അല്ലെ, അവരുടെ ആ ഒരു ഹെൽത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാറി നോർമൽ ഒരു ലൈഫിലോട്ട് വരാൻ പറ്റും. ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എന്തിന്? ഇനി അവരുടെ ഹെൽത്ത് ഒന്നും കൂടി എന്ത് ചെയ്യാം? ഒന്നും കൂടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അല്ലെ? ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു? ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുന്നു. നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, നിങ്ങൾ കൊളസ്ട്രോളും അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഫുഡ്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഹെൽത്ത് അവയർനെസ് കൊടുക്കുമ്പോൾ അവരുടെ ഹെൽത്തിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും അല്ലെ? സോ ദ ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്കോപ്പ് മീൻസ് സ്കോപ്പിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ വിത്തിൻ ദ ഹെൽത്ത് കെയർ സെക്ടർ ഫോക്കസ്ഡ് ഓൺ ദി കെയർ ഓഫ് ഇൻഡിവിജ്വൽസ്, families and communities so they maintain or recover optimal health quality of life. അല്ലെ? അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് നഴ്സിംഗ് എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിന്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രൊഫഷനാണ്. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന്റെ, ഫാമിലീസിന്റെ, കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ കെയർ ആണ്. ഓക്കെ, സോ അതെന്തിനു വേണ്ടിയിട്ടാ? അവർക്കൊരു ഒപ്റ്റിമൽ ഹെൽത്ത് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ സെക്കൻഡ് പോയിന്റ്, the scope of nursing practice is a range of roles, functions, responsibilities, and activities which is registered nurse is educated and has the authority to perform. അല്ലെ? അപ്പൊ ഓർത്തോക്കെ,
ഒരു നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഒരു നഴ്സിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് റേഞ്ച് ഓഫ് റോൾസ് ഉണ്ട് നമുക്ക്, അല്ലേ? ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നഴ്സിംഗ് കെയർ മാത്രമാണോ, നമ്മൾ കെയർ ഗിവർ മാത്രമാണോ? അല്ല, നമ്മളൊരു നല്ലൊരു അഡ്വൈസറും കൂടിയാണ്, അല്ലെ? നമ്മളിപ്പോ ഒരു ഐസിയിൽ നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മളൊരു വാർഡിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സ് വന്ന് അഡ്വൈസ് ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളെ ഡോക്ടർ മാറ്റി കാണിക്കണോ, ഞങ്ങൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് പേഷ്യന്റിനെ മാറ്റണോ, ഞങ്ങൾ അങ്ങനെ ഒരുപാട് അഡ്വൈസസ് നമ്മൾ ചോദിക്കും, അല്ലെ? നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യും. സോ നമ്മളൊരു അഡ്വൈസർ ആണ്. നമ്മളെന്താ, നമ്മള് പേഷ്യന്റിന് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പോയി വാദിക്കേണ്ടി വരാറുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ, ഒരു ലോയർ ആണ്, അല്ലെ? പിന്നെ നമുക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വാർഡിലെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഐസിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. സോ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്, അല്ലെ? നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. സോ മാനേജർ ഒക്കെ ഒരുപാട് റോൾസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റോൾസുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഫങ്ഷൻസ് ഉണ്ട്, അല്ലെ? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റേഞ്ച് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് റോളുകൾ നമ്മൾ മാറി മാറി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. ഒരു പേഷ്യന്റിന്റെ ജീവൻ കയ്യിൽ പിടിക്കുക എന്ന് പറയുന്നതിന് പരം റെസ്പോൺസിബിലിറ്റി വേറെ എന്തിനെങ്കിലും ഉണ്ടോ? അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും റെസ്പോൺസിബിലിറ്റിയും ഫങ്ഷൻസും റോൾസും ആക്ടിവിറ്റീസും ഒക്കെയുള്ള ഈ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അല്ലെ? ഒന്നെങ്കിൽ ജനറൽ നഴ്സിംഗോ അല്ലെങ്കിൽ BSc നഴ്സിംഗോ കഴിഞ്ഞ ഒരു എഡ്യൂക്കേറ്റഡ് നേഴ്സ് ആയിരിക്കണം. എന്നാലാണ് ആൾക്ക് എന്താണ് അവരുടെ റോൾസ്, ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണെന്ന് അറിയുള്ളൂ. അത് മാത്രമാണോ, നമുക്കൊരു രജിസ്ട്രേഷനും കൂടെ വേണ്ടേ? അങ്ങനെയല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പഠിച്ചിറങ്ങി നമ്മൾക്ക് രജിസ്ട്രേഷൻ കിട്ടണവരേക്കും നമുക്ക് സാലറി ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്കൊരു രജിസ്ട്രേഷൻ വേണം. രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിലാണ് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, and then third point എന്ന് പറയുന്നത്, nurse may be differentiated from other healthcare providers by their approach to patient care, training and scope of practice. അല്ലെ? എന്ന് വെച്ചാൽ എന്താ, അതായത് വേറെയുള്ള ഏതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ വെച്ചിട്ട്, അതായത് ഞാൻ നേഴ്സ് വലിയ സംഭവം എന്നാണെന്നല്ല പറയുന്നത്, എങ്കിലും നമ്മുടെ ഇപ്പൊ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഒരു എക്സ്റേ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അങ്ങനെ എന്തോരം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഇച്ചിരി ഡിഫറെന്റ് ആണ്, അല്ലെ? നമ്മൾ ഡയറക്റ്റ് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും എല്ലാം ഡിഫറെന്റ് ആണ്, അല്ലെ? നമ്മുടെ പ്രാക്ടീസും എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ദ നഴ്സിംഗ് സ്കോപ്പിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഒരു 3 പോയിന്റ് ആയിട്ട്. ദ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ. പിള്ളേരെ, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എടുത്ത് വെച്ച്, പെന്നും എടുത്തു വെച്ച് എന്ത് ചെയ്യണം? നോട്ട് എഴുതി 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 പോവാ. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നഴ്സിംഗ് സ്കോപ്പ് എന്താന്നുള്ളത് ഒരു ഇത് കിട്ടും. ഓക്കെ, സോ ഒന്നുകൂടെ ഞാൻ വായിക്കാം. The nursing is a profession within the healthcare sector focused on the care of individuals, families, and communities so they maintain or recover optimal health quality. Okay, the second point is, the scope of nursing practice is a range of roles, functions, responsibilities, and activities which is registered nurse is educated and has the authority to perform. Okay, and the third point, nurse may be differentiated from other healthcare providers by their approach to patient care, training, and scope of practice. ഈ 3 പോയിന്റും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് എന്നെ കുറിച്ചാണ്. ഓക്കെ, എന്തൊക്കെ ഇപ്പൊ ഞാൻ ആദ്യത്തെ ആ ഒരു സ്ലൈഡ് കാണിച്ചപ്പോൾ നമ്മൾ 3 പോയിന്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പഠിച്ചായിരുന്നു. അതേപോലെ അതിന്റെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞെ ഇതാക്കിയിട്ട് ഒരു നഴ്സിംഗ് പ്രാക്ടീസ് സ്കോപ്പിനെ കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ടാണ് ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്? നോട്ട് എഴുതാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഓർ ഗിവിംഗ്, and second one is evaluation of care and its impact, and the third one is advocating for patient and for health. The third one is supervising and delegating to other, and the next one, leading, managing.
then teaching, conducting research, develop health practices and healthcare system. Okay. അപ്പൊ നമുക്ക് ഇതിനെ കുറച്ച് ഞാനൊന്ന് എന്താന്നൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓർത്തിരുന്നോളാം കേട്ടോ. ഞാനൊരു കഥ പോലെ പറഞ്ഞുതരാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഡെവലപ്പ് ഹെൽത്ത് പ്രാക്ടീസസ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം നവഡൈസ് അല്ലെ, ഇപ്പോഴത്തെ ഇതിലെ ഏതൊരു ട്രീറ്റ്മെന്റും ഏതൊരു എന്താ പറയാ നമുക്ക് വരുന്ന ഇപ്പൊ ഈ അടുത്താണ് അല്ലെ നമ്മള് മൈക്രോബയോളജിയിലെ പഠിച്ച ഒരു കൊറോണ വൈറസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഒരു കുഞ്ഞൊരു കൊറോണ വൈറസ്. പക്ഷെ ആ ഒരു 2019 ഈ കൊറോണ വൈറസിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോഴാണ് ആ പഠിച്ച മൈക്രോബയോളജിയിൽ പഠിച്ച കുഞ്ഞു കൊറോണ വൈറസ് അല്ല സംഭവം, ഇത് വലിയൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായത് അല്ലേ? അതേപോലെ തന്നെ ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഡെവലപ്പ് ഹെൽത്ത് പ്രാക്ടീസസ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന നമുക്ക് വരുന്ന പുതിയ പുതിയ രോഗങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ പ്രൊസീജിയേഴ്സ് ആൻഡ് പുതിയ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊരു പ്രോസസ്സ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും കൊറോണ എന്ന് തന്നെ പറയാണ്. ആ ഒരു സമയത്ത് ഇറങ്ങിയില്ല എല്ലാവരും മാസ്ക് വെക്കണം, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം, ഇല്ലേ, അകലം പാലിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അതായത് ഓരോ രോഗങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ ഓരോ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹെൽത്ത് പ്രാക്ടീസസ് ഡെവലപ്പ് ചെയ്യും, അതേപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? കണ്ടക്ടിങ് റിസർച്ച്. കണ്ടക്ടിങ് റിസർച്ച് എന്ന് വെച്ചാൽ എന്താ? റിസർച്ച് എന്ന് വെച്ചാൽ എന്താ? റീസർച്ച് അല്ലെ, വീണ്ടും വീണ്ടും റിസർച്ച് ചെയ്യുക, വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഉത്തരത്തിന് വേണ്ടിയിട്ട്, ഒരു ആൻസറിന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും റിസർച്ച് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലെ? ഓക്കെ, ഇനി റിസർച്ച് ചെയ്തിട്ടുള്ളവരില്ലെങ്കിൽ തന്നെയും റിസർച്ചിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമില്ല അല്ലെ? ഇപ്പൊ ഓർത്ത് നോക്കിയേ, വീണ്ടും ഞാൻ കൊറോണയെ കുറിച്ച് തന്നെ പറയുന്നു. ആ കൊറോണയുടെ സമയത്ത് വാക്സിനേഷൻ ഒക്കെ ഇറങ്ങിയില്ലായിരുന്നോ അല്ലെ? കോവാക്സിൻ ഇറങ്ങിയായിരുന്നു, കോവിഷീൽഡ് ഇറങ്ങിയിരുന്നു. എങ്ങനെയാ ഇറങ്ങിയത്? റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? ഒരുപാട് നാളത്തെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയത്. സോ കണ്ടക്ടിങ് റിസർച്ച് എന്ന് പറയുന്നത് നഴ്സുമാർക്ക്, എത്ര MSc-കാരൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം എന്തോരം റിസർച്ചുകളാണ് ഓരോ MSc സ്റ്റുഡന്റ് മീൻസ് MSc-കാരൊക്കെ ചെയ്യുന്നത്. പല റിസർച്ചുകളും പല ഹോസ്പിറ്റലിനും അത്രയും നീഡി ആയിട്ടുള്ള റിസർച്ചുകളായിരിക്കും അല്ലെ? സോ അടുത്തത് എന്താ? ടീച്ചിങ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇപ്പൊ ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്താണ് ടീച്ച് ചെയ്യുമല്ലേ? സോ ടീച്ചിങ് എന്ന് പറയുന്നതും ഒരു നേഴ്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നതും നമ്മുടെ ഒരു സ്കോപ്പാണ്. ദെൻ ലീഡിങ് ആൻഡ് മാനേജിങ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഡ്യൂട്ടിക്ക് പോകുമ്പോഴറിയാലേ നമ്മൾ എത്ര പേര്, നമ്മുടെ ജൂനിയേഴ്സിന് എത്ര പേര് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ചിലപ്പോ BP കൂടി എടുക്കാൻ അറിയാണ്ട് നമ്മുടെ അടുത്ത് പിള്ളേർ വരും. ഓക്കെ, അവർക്ക് BP വരേക്കും പറഞ്ഞു കൊടുക്കുന്നത് നമ്മളായിരിക്കും. പേഷ്യന്റ് എങ്ങനെ കെയർ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളായിരിക്കും. ഇനി എന്തിന് ലാബിലേക്ക് എങ്ങനെ പോകണം എന്ന് പറയുന്നത് വരേക്കും നമ്മളായിരിക്കും അല്ലെ? സോ എങ്ങനെ ലീഡ് ചെയ്യണം, ദെൻ ഒരു പ്രോബ്ലം വരുമ്പോ, ഒരു പേഷ്യന്റ് കെയർ വരുമ്പോ അല്ലെ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം. സോ ഇതൊക്കെ ആരുടെ സ്കോപ്പാണ്? നമ്മുടെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് ആണ് അല്ലെ? ഓക്കെ, ദെൻ സൂപ്പർവൈസിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് ടു അതർ. ഓക്കെ, ഇതിൽ എത്ര പേര് സീനിയർ സ്റ്റാഫ് നഴ്സസ് ഉണ്ട്? ഒന്നോർത്തേക്ക്, നമ്മളുടെ ഡ്യൂട്ടി ഷിഫ്റ്റില് നമ്മളാണ് സീനിയർ ആയിട്ട് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജൂനിയേഴ്സിനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യും. അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ വിടും അല്ലെ? സോ നമ്മൾ അവരെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യും. അവരുടെ ഡ്യൂട്ടീസ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് അല്ലെ, ഓരോരുത്തർക്കായിട്ട് വീതം വെച്ച് കൊടുക്കും. നിങ്ങൾ ഇത് ചെയ്യണം, ഓക്കെ, നിങ്ങൾ ഈ പേഷ്യന്റ് അല്ലെങ്കിൽ കുട്ടി പേഷ്യന്റ് കെയർ ചെയ്യൂ, അല്ലെ ഓരോരുത്തർക്കായിട്ട് ഓരോ പേഷ്യന്റിനെ കൊടുക്കും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വൈറ്റൽസ് നോക്കാൻ കൊടുക്കും, അടുത്ത ആൾക്ക് മെഡിക്കേഷൻസ് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ഡെലിഗേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നു നേഴ്സിംഗ് പ്രാക്ടീസിന്റെ അടുത്ത സ്കോപ്പ് എന്താണ്? സൂപ്പർവൈസിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് ടു അതർ. ഓക്കെ, അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ് ആൻഡ് ഫോർ ഹെൽത്ത് അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വക്കേറ്റ് ആണ് അല്ലെ? അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് കെയർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. നമ്മളൊരു മെഡിക്കേഷൻ, ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വന്നു, ഫീവർ ആയിട്ടാണ് വന്നത്, ഹൈ ഗ്രേഡ് ഫീവർ ആയിട്ടാണ് വന്നത്, നമ്മൾ എന്ത് ചെയ്യും?
ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഹൈ ഗ്രേഡ് ഫീവർ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമ്മൾ ഇൻഫ്യൂഷൻ ആയിരിക്കും, പാരസെറ്റാമോൾ നമ്മൾ ഇൻഫ്യൂഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഹൈ ഗ്രേഡ് ഫീവറിന് നമ്മൾ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെപ്പിഡും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ½ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയിട്ട് ഫീവർ നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കെയർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ഞാൻ കൊടുത്ത കെയർ, ഞാൻ കൊടുത്ത ട്രീറ്റ്മെന്റ് അത് എന്ത് അതില് മീൻസ് ആ പേഷ്യന്റിന് കെയർ, ആ പേഷ്യന്റിന്റെ ഡിസീസ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നത്? ഡയറക്റ്റ് ആർ ഗിവിംഗ്, ഇവാലുവേഷൻ ഓഫ് കെയർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ് ആൻഡ് ഫോർ ഹെൽത്ത്, സൂപ്പർവൈസിംഗ് ആൻഡ് ഡെലിഗേറ്റിംഗ് ടു അതർ, ലീഡിംഗ് ആൻഡ് മാനേജിംഗ്, ടീച്ചിങ്, conducting research, develop health practices and healthcare system. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത നേഴ്സിംഗ് പ്രാക്ടീസ് ഇൻ ഡിഫറെന്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കുവാണ്. അതായത് ഇത്രയും നേരം നമ്മൾ സ്കോപ്പ്, എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക്, എവിടെയൊക്കെയാണ് നമുക്ക് റോളുകൾ ഉള്ളതെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റിലെ നഴ്സുമാരുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കണത് എന്താ, PSC ടെസ്റ്റ് ഒക്കെ എഴുതി നമുക്ക് ഒരു ഗവൺമെന്റ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട്, സ്റ്റാഫ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ? അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം ഏതൊരു ഏരിയയിലും ചെന്ന് കഴിഞ്ഞാൽ ഒക്യുപേഷണൽ നേഴ്സ് ഉണ്ട്, സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഉണ്ട് അല്ലെ? അതേപോലെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ഡിഫറെന്റ് സെറ്റിങ്സിൽ നമ്മളുണ്ട്. സോ അവിടെയൊക്കെ നഴ്സിംഗ് പ്രാക്ടീസ് ഇൻ ഡിഫറെന്റ് സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച്, അതായത് ഒരു ഹോസ്പിറ്റൽ വിട്ട് സ്കൂളിലാവുമ്പോൾ ആ നേഴ്സ് എന്ത് ചെയ്യണം, സ്കൂൾ വിട്ട് ഒരു ഒക്യുപേഷണൽ നേഴ്സ് ആവുമ്പോൾ, അതായത് ഓരോ ഫാക്ടറികളുടെ അടിസ്ഥാനത്തിലാവുമ്പോൾ ആ നേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. എന്തായിരുന്നു നഴ്സിംഗ് പ്രാക്ടീസ് ഇൻ ഡിഫറെന്റ് സെറ്റിംഗ്. ഓക്കെ, അപ്പൊ ദ ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് നേഴ്സസ് അല്ലെ? നമ്മളെല്ലാരും ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് നേഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദ രജിസ്റ്റേർഡ് നേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ പ്രൊഫഷണലി ആൻഡ് ലീഗലി ഫോർ ഡിറ്റർമൈനിങ് ഹിസ് ഓർ ഹർ പ്രൊഫഷണൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം പ്രൊഫഷണലി ആൻഡ് ലീഗലി ഫോർ ഡിറ്റർമൈനിങ് ഹിസ് ഓർ ഹെർ പ്രൊഫഷണൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്, നമ്മളൊരു ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് നഴ്സസ് ആവുമ്പോൾ നമ്മുടെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് മീൻസ് നമ്മുടെ എന്തൊക്കെ സ്കോപ്പുകൾ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മൾ നിൽക്കുന്ന സെറ്റിങ്സ് അനുസരിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു സ്കൂൾ ഹെൽത്ത് നഴ്സ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിള്ളേരുടെ വാക്സിനേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ വെയിറ്റും ഹൈറ്റും മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ആ ഒരു ഔട്ട് ബ്രേക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, പോസ് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സിന്റെ ഒരു നേഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ, ഓരോ സെറ്റിംഗിലും പ്രാക്ടീസ് ഓഫ് നേഴ്സിംഗ് മാറിക്കൊണ്ടിരിക്കും. ഒരു ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവളൊരു നേഴ്സ്, അവൾക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവള് അക്കൗണ്ടബിൾ ആയിട്ട് അവള് പ്രൊഫഷണലി അവൾ എന്ത് ചെയ്യണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അടുത്തത് ദ നേഴ്സ് മാനേജർ ആൻഡ് നേഴ്സ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ അടുത്തായിട്ട് മിക്ക ഹോസ്പിറ്റലിലും നേഴ്സ് മാനേജേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ എന്റെ മീൻസ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ, എന്റെ കുഞ്ഞിലെയൊക്കെ, പണ്ട് കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടല്ല എങ്കിലും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആരുണ്ടായിരുന്നു, ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ടായിരുന്നു, കുറെ സ്റ്റാഫ് നേഴ്സ് ഉണ്ടായിരുന്നു, സീനിയർ സ്റ്റാഫ് നേഴ്സ് ഉണ്ടായിരുന്നു, ഇൻചാർജുമാരുണ്ടായിരുന്നു, ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർന്നോ, നഴ്സിംഗ് മാനേജർന്നോ, നഴ്സിംഗ് എഡ്യൂക്കേറ്റർന്നോ, അല്ലെങ്കിൽ എന്താണ് നഴ്സ് അഡ്മിനിസ്ട്രേറ്റർന്നോ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഈ അടുത്തായിട്ടാണ് അല്ലെ? സോ ദ നേഴ്സ് മാനേജർ ആൻഡ് നേഴ്സ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നു, നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് സെറ്റിംഗ്സിലെ നഴ്സിംഗ് പ്രാക്ടീസിനെ കുറിച്ചാണ്. ഓക്കെ, സോ നേഴ്സ് മാനേജർ എന്താണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നേഴ്സ് എക്സിക്യൂട്ടീവ് എന്താണ്, ആരാണെന്ന് നോക്കാം. The nurse executive in a changing and complex healthcare delivery system is knowledgeable regarding changes in rules and regulation, accreditation standards and standards for care and practice in addition to evaluation of boundary specified nursing practice act. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് വായിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായിരുന്നു? ഒരു നേഴ്സ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവളുടെ ആ ഒരു 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 ഹോസ്പിറ്റൽ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അവരായിരിക്കും പണിയെടുക്കുന്നവര് അല്ലെ? സോ അവരെന്ത് ചെയ്യണം? അവിടുത്തെ റൂൾസും റെഗുലേഷൻസും എന്തൊക്കെയാണെന്ന് അറിയണം. അവർക്ക് കിട്ടുന്ന പേഷ്യൻസിനൊക്കെ ഒരു മര്യാദയ്ക്ക് നോക്കണം. അത്രേ ഉള്ളൂ. ഒരു നേഴ്സ് മാനേജർ എന്താണ്? ഇപ്പോ നേഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ ഈ എക്സിക്യൂട്ടീവ്സിനൊക്കെ മാനേജ് ചെയ്യണം. അവരുടെ റോൾസ് ഒക്കെ ഡെലിഗേറ്റ് ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. കറക്റ്റ് ആണോ? അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, അതാണ് ഒരു നേഴ്സ് മാനേജർ. നേഴ്സ് എക്സിക്യൂട്ടീവ്സ് എന്താ? അവിടുത്തെ സ്റ്റാഫ് നേഴ്സുമാര്, നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ. മീൻസ് അല്ലാത്തവര് പണിയെടുക്കുന്നില്ലെന്നല്ല, അവരൊക്കെ എന്താണ്? നമ്മളൊക്കെ എന്താ? എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവ്സ് എന്താണ്? നമ്മുടെ നമുക്ക് നമുക്ക് നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഒക്കെ നേഴ്സ് മാനേജേഴ്സ് നമുക്ക് തരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ നോളജ് അപ്ഗ്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പക്ക റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ്. ആദ്യമായിട്ടാണ് എല്ലാവരും കേൾക്കുന്നത്? അല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വന്നു തുടങ്ങി മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ്. എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. ദൈവമേ, ഇത് എന്താ സംഭവം? ഇത് എങ്ങനെ പോസിബിൾ ആവും? ഇത് എങ്ങനെയാണ്? ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ആദ്യം തോന്നിയായിരുന്നേ. പക്ഷെ ഇത് സംഭവം കറക്റ്റ് ആണ്. മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവരുടെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വന്നിട്ടുണ്ടാവും ഇവരെയും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ പേര് പോലെ തന്നെ മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ് ആണത്. ഓക്കെ, നമുക്ക് ആദ്യം വായിക്കാം. പിള്ളേരെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, നോട്ട് എഴുതാൻ മറന്നു പോകരുത്. കാരണം ക്ലാസ് കഴിയുമ്പോൾ ഇപ്പൊ ഇത്രയും മിനിറ്റിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ആദ്യം തൊട്ട് നോട്ട് എഴുതാൻ നിങ്ങൾക്ക് മടിയായിരിക്കും. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഒപ്പം എഴുതി പോവാണെങ്കിൽ ഇറ്റ്സ് സോ സിമ്പിൾ. ജാവ ഈസ് സിമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ജാവയെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വന്നത്. മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ്. Mobile nursing practice, when this practice reduces the cost and remains in their home for a longer period of time, provides care during the day and night. These services provide teaching and care for patients with varied needs and health problems. Patient discharged from hospital, patient suffering from acute and chronic disease, patient requiring IV therapy, the elderly, the surgical patient. ഓക്കെ, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ജാവ ഈസ് സിമ്പിൾ. അതായത് മൊബൈൽ നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ കെയർ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഡോക്ടറും ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും. ഡോക്ടറിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വരും, നഴ്സുമാരാണെങ്കിൽ നഴ്സുമാർ വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇത് എങ്ങനത്തെ ഒക്കെ പേഷ്യൻസിനാണ് ഏറ്റവും നീഡി ആയിട്ടുള്ളത്? പേഷ്യന്റ് ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, നമ്മള് ലാമയൊക്കെ അടിച്ചു വരില്ലേ, ഡാമയൊക്കെ അടിച്ചു വരില്ലേ, അതല്ല നമ്മൾ വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കൊരു നഴ്സിന്റെ കെയർ ഇല്ലാതെ പറ്റില്ല. കാരണം നമുക്ക് IV പോകുന്നു, നമുക്ക് ഡ്രസ്സിങ് ഉണ്ട്, നമുക്ക് NG ഫീഡ് ഉണ്ട്, നമുക്ക് ഓസ്റ്റമി ഫീഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നഴ്സിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ഒരു ഡിസ്ചാർജ് ചെയ്ത് വന്ന പേഷ്യന്റിനുള്ളതെങ്കിൽ നമ്മൾ ആരെ വിളിക്കണം? മൊബൈൽ നഴ്സിനെ വിളിക്കണം. മനസ്സിലായോ? അപ്പൊ അവരെന്ത് ചെയ്യും? അവര് വന്ന് നമ്മുടെ പേഷ്യന്റിന് വേണ്ട കെയർ കൊടുക്കും. ദെൻ പേഷ്യന്റ് സഫറിംഗ് ഫ്രം അക്യൂട്ട് ആൻഡ് ക്രോണിക് ഡിസീസ്. അപ്പൊ ഓർത്ത് നോക്കിയേ, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നേ. ആ പേഷ്യന്റിന് ഭയങ്കര ആസ്മയായിരുന്നു. ആസ്മ മാത്രല്ല, സ്ലീപ്പ് അപ്നിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഉറങ്ങിക്കഴിഞ്ഞ അപ്നിയ, ആബ്സെൻസ് ഓഫ് ബ്രെത്ത് അല്ലെ? അപ്പൊ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, കൂടെ ഉള്ള ആളൊന്നും അറിഞ്ഞില്ലെങ്കിൽ ചത്തുവോ, മീൻസ് മരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആ ചേച്ചി, ആ ചേട്ടന്റെ വൈഫ് മിക്കപ്പോഴും ഒരു നേഴ്സിനെ വിളിക്കും. നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന മൊബൈൽ നേഴ്സ് ആയിരുന്നു ആ ചേച്ചി. അപ്പൊ ആ ചേച്ചി വരും, പേഷ്യന്റെ ഓക്സിജൻ ലെവലും ഒക്കെ നോക്കും. അവിടെ തന്നെ വീട്ടിൽ തന്നെ അവർക്ക് ഓക്സിജൻ സിലിണ്ടറും ഓക്സിജൻ മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചു കൊടുത്ത് കുറച്ചു നേരം അസസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ആ ചേച്ചി എന്ത് ചെയ്യും? പോകും. ഇല്ലെങ്കിൽ ആ ഒരു നൈറ്റിൽ ആ ചേച്ചി സ്റ്റേ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? അടുത്തത് എന്താ? പേഷ്യന്റ് റിക്കവറിങ് IV തെറാപ്പി. ചില പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് ഞാൻ ICU ഇരുന്നപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പേഷ്യൻസ് പെട്ടെന്ന് അങ്ങ് ഡിസ്ചാർജ് ആയി, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, ഞങ്ങൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് സിസ്റ്റർ ICU കിടക്കണത്, എന്തിനാണ് സിസ്റ്റർ വാർഡിൽ കിടക്കുന്നത്, ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു നേഴ്സ് ഉണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം, ഞങ്ങൾക്കുള്ള ഇഞ്ചക്ഷൻസ് ഞങ്ങൾ അങ്ങ് മേടിച്ചോളാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകും.
പറഞ്ഞു പോകുമ്പോഴെന്താ സത്യത്തിൽ എന്താ അവിടെ നേഴ്സ് ഉണ്ട് വീടിന്റെ അടുത്ത് തന്നെ. ആ സംഭവമാണ് മൊബൈൽ നേഴ്സ്. അല്ലെ, നമ്മൾ വിളിക്കുന്നു, ആ നേഴ്സ് വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അവര് അവരുടെ പൈസ എത്രയാണോ ആ ഒരു റിമുനറേഷൻ പറയുന്നു, അത് വാങ്ങുന്നു, അവർ പോകുന്നു. ചെയ്ത് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ട്, അല്ല അതിനൊരു റിമുനറേഷൻ ഉണ്ട്. ഓക്കെ, ആ കാര്യം ചെയ്ത് ആള് പോകുന്നു. ഓക്കെ, ദെൻ ദ എൽഡേർലി. ഓർത്ത് വെക്കുക, ചിലപ്പോ എൽഡേർലിനെ മീൻസ് പ്രായമായവരെ നോക്കാൻ മക്കൾ കൂടി നോക്കുന്നില്ല. കാരണം അവരെന്താ, അവര് ബെഡ് വെറ്റ് ആവും, അവർ മോഷൻ പാസ് ചെയ്യും. ഇനി അവർക്ക് വല്ല ഡയബറ്റിക് മെൽറ്റസും വന്ന് ഡയബറ്റിക് ഫുഡും കൂടി ആണെങ്കിൽ നോക്കിയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇനി ബെഡ് റിഡൻ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, വല്ലപ്പോഴും ഒന്ന് തിരിച്ചും മറിച്ചും കിടത്തുവോ? ഇല്ല. at ലാസ്റ്റ് ബെഡ് സോറും വന്ന് അത് പാവങ്ങൾ കിടന്ന് അനുഭവിക്കണ കാണണം, അല്ലെ? അപ്പൊ ഇങ്ങനെ എൽഡേർലി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൈസയൊക്കെ ഉള്ള മക്കൾ എന്ത് ചെയ്യും? ഇങ്ങനെ മൊബൈൽ നേഴ്സസിനെ വിളിച്ച് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ദെൻ സർജിക്കൽ പേഷ്യന്റ് അവിടുന്ന് ഒരു ലാപ്രോട്ടമി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആംബുട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്കാണ്. ഡ്രസ്സിങ്ങിന്റെ ആവശ്യമുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക് ദൂരം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് എക്സ്പെൻസീവ് ആണ് ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി മാത്രം പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ നേഴ്സിനെ വിളിച്ച ആള് വരുന്നു, വീട്ടിൽ വെച്ചിട്ട് തന്നെ കെയർ ചെയ്യുന്നു, ആള് പോകുന്നു. ഓക്കെ, അപ്പൊ മൊബൈൽ നേഴ്സിനെ കുറിച്ച് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയണമെന്നില്ല. ഇപ്പൊ ഓൾറെഡി ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, മിലിറ്ററി നഴ്സിംഗ് സർവീസസ്. എന്റെ ഒക്കെ വലിയൊരു ആഗ്രഹമായിരുന്നേ എനിക്കൊരു മിലിറ്ററി നേഴ്സ് ആവണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഡബിൾ ലോട്ടറി ഒക്കെ ആണല്ലോ, മിലിറ്ററിയും ആണ് നേഴ്സും ആണ്, അങ്ങനെയൊക്കെ. പിന്നെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് സ്റ്റാഫ് ആയപ്പോഴാണ് മനസ്സിലായത്, സ്റ്റാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിലിറ്ററി നേഴ്സ് ആവാൻ പറ്റില്ല അത്രേ. അറിയില്ല കേട്ടോ, നമ്മള് നേരത്തെ അവിടെ മിലിറ്ററി നേഴ്സിംഗ് പഠിക്കണത്രേ, അങ്ങനെയൊക്കെയാണെന്ന്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് പോയിന്റ്സിലേക്ക് പോവാം. ഡ്യൂറിംഗ് ദ മിഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ 1943, Indian Army Nursing Services separated from Indian Military Nursing Services Ordinance and redesignated as Military Nursing Services. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഹിസ്റ്ററി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും 1943 സെക്കൻഡ് വേൾഡ് വാറിലാണ് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഉണ്ടായെന്ന് അങ്ങ് ഓർത്താ മതി. ഓക്കെ, military nursing services stands out as one of the oldest services when women have contributed directly to nation's war effort by providing care to the sick and wounded soldiers. പ്രത്യേകിച്ച് ഇവിടെയൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു വുമണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. അവിടെ നമുക്ക് എല്ലാവർക്കും അല്ല നമ്മൾ കെയർ കൊടുക്കുന്നത്, നമ്മുടെ സോൾജേഴ്സിന് മാത്രമേ, നമ്മുടെ പട്ടാൾക്കാർക്ക് മാത്രമേ നമ്മൾ കെയർ കൊടുക്കുന്നുള്ളൂ. ആരൊക്കെയാണ് ഒരു യുദ്ധത്തിൽ പരിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്ന് ഇവിടെ ക്യാമ്പിലൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നാലുള്ള ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കെയർ കൊടുക്കുന്ന, പട്ടാളക്കാർക്ക് കെയർ കൊടുക്കുന്ന ആളാണ് പട്ടാള നേഴ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ്. രസാണ് സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ്. കാരണം എന്താ, കുറെ ചോട്ടൂസും പിന്നെ നമ്മളും. പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വാക്സിനേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ആൻഡ് ഇനി എന്ത് ചെയ്യണം? രജിസ്റ്ററും റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവരുടെ ഹൈറ്റ് എടുക്കണം, വെയിറ്റ് എടുക്കണം, ഇവരുടെ കണ്ണ് നോക്കണം, പല്ല് നോക്കണം, അല്ലെ? ഇവരുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് നോക്കണം, ഇവരുടെ നഖം നോക്കണം. അങ്ങനെ ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ? റെക്കോർഡ്സും രജിസ്റ്റേഴ്സും. ഓക്കെ, എന്നാലും അതിന്റെ പോയിന്റുകളൊക്കെ നമുക്ക് വായിക്കാം. School nurses are primary care nurses for school children. അല്ലേ? നമ്മളാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ളൂ ഒരു സ്കൂൾ ചിൽഡ്രന്. എന്തെങ്കിലും വന്നാൽ, എന്തെങ്കിലും ഒന്ന് വീണ്, ഇവര് പിള്ളേരല്ലേ ചടപ്പെടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വീഴുക. ഞാനൊക്കെ 2-3 വട്ടം വീണിട്ടുണ്ട്. ചെറിയ ചെറിയ വീഴ്ചകളൊന്നും അല്ല കേട്ടോ, വലിയ വലിയ വീഴ്ചകൾ. 5-6 സ്റ്റെപ്പൊക്കെ അടിച്ച് വീഴാ, തലയില് സ്റ്റിച്ച് ഇടാ, പുരികത്തിൽ സ്റ്റിച്ച് ഇടാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തായിരുന്നു?
അപ്പൊ സ്കൂൾ നേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ് നമ്മുടെ സ്കൂൾ ചിൽഡ്രന്. ഓക്കെ, അടുത്ത പോയിന്റ്, ദേ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ, യങ് പീപ്പിൾ ആൻഡ് ഫാമിലീസ്, സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു റൈസ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലേ? നമ്മൾ നമ്മൾ അറിയാലോ, നമ്മളൊരു ഈ ഒരു ഫിലിമിൽ കേട്ടിട്ടില്ലേ, നമ്മുടെ സലീം കുമാർ പറയണത്, ഞാൻ നന്നായ എന്റെ കുടുംബം നന്നാവും, കുടുംബം നന്നായ എന്റെ എന്താ ചുറ്റുമുള്ളവർ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ രാജ്യം നന്നാവും, എന്റെ രാജ്യം നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കണ എന്റെ ശത്രു രാജ്യവും പാകിസ്ഥാനും നന്നാവും, അതുകൊണ്ട് ഞാൻ നന്നാവില്ല എന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളുടെയും ഹെൽത്തും അവരുടെ വെൽത്തും നോക്കി അവരുടെ ഇമ്പ്രൂവ്മെന്റ് വന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഇമ്പ്രൂവ്മെന്റ് വരുന്നത്, ആ ഒരു ഫാമിലിയിലാണ് ഇമ്പ്രൂവ്മെന്റ് വരുന്നത്, അല്ലെ? സോ നമ്മള് ഒരു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഹെൽത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ, അതായത് നമ്മുടെ ബാക്കിയുള്ള ഒരു നേഴ്സിന്റെ കൂടെ അവിടെയുള്ള ടീച്ചേഴ്സും ഫാമിലീസും, അല്ലെ, സ്കൂളും കമ്മ്യൂണിറ്റി എല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾക്ക് ആ ഒരു കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത പോയിന്റ്, promoting healthy lifestyle and school child and adolescent mental health, chronic and complex healthcare needs, children and young people, immunization program, child protection health. നമ്മൾ എന്തൊക്കെയാ അവിടെ ചെയ്യുന്നത്? ഒരു സ്കൂൾ ഹെൽത്തില് എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മള് അവരുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ മിക്ക സ്കൂളുകളിലും സ്വിമ്മിങ് ഉണ്ട്, എക്സസൈസ് ഉണ്ട്, ജമ്മിങ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ഡാൻസിങ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ, എന്തിന്, കരോട്ടയും കുൻഫും വരെയുള്ള സ്കൂളുകളുണ്ട്. സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രാണോ? സ്കൂൾ ചൈൽഡിന്റെയും അഡോളസെന്റിന്റെയും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഉണ്ടായ മെന്റൽ ഹെൽത്ത് അല്ല നമുക്കിപ്പോ ഉള്ള, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ജനറേഷന് നമുക്കുള്ള മെന്റൽ ഹെൽത്ത് അവർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം വരുമ്പോ അവരവിടെ തകർന്നു പോകും. എന്തിനാ നമ്മൾ തകർന്നു പോവുക? പിന്നെയാണ് അവരുടെ കാര്യം. അപ്പോ ആസ് എ നേഴ്സ്, ആസ് എ സ്കൂൾ ഹെൽത്ത് നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുഞ്ഞു സ്കൂൾ ചൈൽഡിന്റെ ആണെങ്കിലും അഡോളസെന്റിന്റെ ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ്. അത് മാത്രാണോ? അല്ല. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ഹ്യൂജ് ആയിട്ട് അവർക്ക് ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നു, അങ്ങനെ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി സിൻഡ്രോം വന്നു, എന്തെങ്കിലും ഒരു ഡിസീസിന്റെ ഔട്ട് ബ്രേക്ക് വന്നു, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ്. ഓക്കെ, ഇത് മാത്രാണോ? ഇമ്മ്യൂണൈസേഷൻ, അല്ലെ? ഓരോ പിള്ളേർക്കും എന്തൊക്കെ ഇമ്മ്യൂണൈസേഷൻസ് കിട്ടാനുണ്ട്? നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ എടുത്ത ആൾക്കാരല്ലേ? 15 വയസ്സിൽ ഒരു TT ഒക്കെ എടുത്തായിരുന്നല്ലോ. അതേപോലെ ഇപ്പൊ 5 വയസ്സില് TT പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ എന്തൊക്കെ ഇമ്മ്യൂണൈസേഷൻസ് എടുക്കണം പിള്ളേരുടെ. ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ, നമ്മള് ടീച്ചേഴ്സും ഫാമിലീസും ഗ്രൂപ്പ്സും ഇൻഡിവിജ്വൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരു സ്കൂൾ പിള്ളേരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ്, വാക്സിനേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ രജിസ്റ്റേഴ്സും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇംപ്രൂവഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നഴ്സിംഗ് ഇത് ഓക്യുപേഷണൽ ഹെൽത്ത്. രസമുള്ളൊരു ജോലിയാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലല്ല നമ്മൾ ഇത് ചെയ്യുന്നത്, ഒക്യുപേഷണൽ നേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പോയിന്റ് എന്താണെന്ന് വായിക്കാം. Community health nurse are registered nurses who independently observe the assess the worker's health status with respect to job, tasks, and hazard, using their specialized experiences and education. The registered nurses recognize and prevent health effects from hazardous exposure and treat workers' injuries and illness. Okay.
ഇവിടെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണ് എന്താ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ഒക്യുപ്പേഷന്റെയും ഉള്ളിലുള്ള വർക്കേഴ്സിന് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്. ഇനി ഔട്ട് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒരു ഹ്യൂജ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ പോസ് ചെയ്യാൻ സഹായിക്കുന്നതും. ഇനി ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ എന്തെങ്കിലും ഹസാഡസ് ആയിട്ടുള്ള, ഇപ്പൊ ഓർത്ത് നോക്കിയേ, ഒരു സിമെന്റ് ഫാക്ടറി ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഹസാഡസ് അല്ലേ? കാരണം എന്താ, നമുക്ക് ആ പേഷ്യന്റ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനൊക്കെ ലങ് ക്യാൻസർ വരേക്കും വരും അല്ലേ? സോ അങ്ങനെയുള്ള ഹസാഡസ് ആയിട്ടുള്ളതെടുത്ത് ഇതാണെങ്കിൽ, ഹസാഡസ് ആയിട്ടുള്ള എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം കണ്ടുപിടിക്കാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിനെ പറ്റുള്ളൂ അല്ലെ? അതേപോലെ തന്നെ അവർക്ക് വർക്കേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായാലും ഇൽനെസ് ഒക്കെ ഉണ്ടായാലും ആരാണ് ട്രീറ്റ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, അതായത് PHC-ലൊക്കെ ഉള്ള ആൾക്കാരെയാണ് ഈ പറയുന്നത്. പക്ഷേ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ ഇന്ത്യക്ക് പുറത്തൊക്കെ ഓരോ ഒക്യുപ്പേഷനിലും, അതായത് ഫാക്ടറീസിലും നേഴ്സ് ഉണ്ട്. അതിനൊരു പോസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ നേഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മുടെ പുറത്തേക്ക് രാജ്യത്തേക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഖത്തറിലൊക്കെ പെട്രോളിയം കമ്പനിയിലൊക്കെ നഴ്സുമാരെ വിളിക്കുന്ന കാണാം. എന്തിനാണ്? ഒക്യുപ്പേഷണൽ നേഴ്സ് ആയിട്ട്. ഓക്കെ, സോ നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് വരുമായിരിക്കും, വന്നു തുടങ്ങട്ടെ, നമുക്കങ്ങനെ ആഗ്രഹിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടെലിനേഴ്സിംഗ്. ഇത് ഏറ്റവും രസമുള്ള സംഭവമാണ് ടെലിനേഴ്സിംഗ്. നമ്മൾ റേഡിയോ ജോക്കിനെ പോലെ, നമുക്ക് വേണമെങ്കിൽ ജോക്കി നേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Telenursing. Okay, so refers to the use of telecommunication and information technology for providing nursing services in healthcare whenever there is a large physical distance between patient and nurse or between any number of nurses. Okay. Telenursing may serve increasing shortage of nurses to reduce distance and save travel time and to keep patient out of hospital. മനസ്സിലായോ വല്ലതും? അതായത് ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ജോക്കി നേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവം തന്നെ. അതായത് ഇവര് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത്, ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഇവരെന്ത് ചെയ്യും? ഇവരുടെ നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ആവശ്യമുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ആ ഒരു കൊറോണയുടെ സമയത്ത് എത്ര പേർക്ക് ശ്വാസമുട്ട് വന്നു, എത്ര പേർക്ക് ഡയറിയ വന്നു. എനിക്കൊക്കെ കൊറോണ 3 തവണ വന്ന ആളാണേ. എന്റെ ദൈവമേ, കൊറോണ വരും. കൊറോണ മാത്രമാണോ? രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറയലും ഡയറിയും. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ നേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് വരുന്നതെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അന്ന് കൊണ്ടുപോയില്ല, അവിടെ തന്നെ കിടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഈ ടെലിനേഴ്സിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, വൈറ്റമിൻ സി കഴിക്കൂ, നിങ്ങൾ നന്നായി വെള്ളം കുടിക്കൂ, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കൂ, ORS ലൈനി കഴിക്കൂ, നിങ്ങൾ അങ്ങനെ ഹോട്ട് വാട്ടർ ഒക്കെ അപ്ലൈ ചെയ്യൂ എന്നൊക്കെ നമുക്ക് ഈ ചിൽസിനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ദൂരെ മാറി നിന്ന് ഒരു പേഷ്യന്റ് കെയർ ചെയ്യണം, എന്നാ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോവാനും പറ്റില്ല, കെയർ വേണവും താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് ഈ ടെലിനേഴ്സിനെ വിളിക്കും. സോ അവർ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അസാന്നിധ്യത്തിൽ അവര് നമുക്ക് പറഞ്ഞു തരും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നമ്മളുടെ രോഗത്തിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്ത് വരേണ്ടത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരും. അതിനെയാണ് ഈ ടെലിനേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞു വന്നത്? ഒരു സ്കോപ്പ് ഓഫ് നഴ്സിംഗ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, സ്കോപ്പ് ഓഫ് നഴ്സിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാൻ. ഓക്കെ, സോ താങ്ക് യു.